നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് പ്രിയപ്പെട്ട ചോക്കോലാവ കേക്കാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. നിങ്ങൾ ഇതുവരെയും ചോക്കോലാവ കേക്ക് ഈ ഒരു തരത്തിൽ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ തരത്തിൽ ചോക്കോലാവ കേക്ക് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു നോ ഫെയിൽ ചോക്കോലാവ കേക്കാണ് കേട്ടോ. ആർക്കും ഫെയിൽ ആവാൻ സാധ്യതയില്ലാത്ത ഒരു ചോക്കോലാവ കേക്കാണ്. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ വിപ്പിംഗ് ക്രീമോ ഒന്നും തന്നെ ആവശ്യമില്ല. മിക്സിയിലാണ് നമ്മൾ ഈ ഒരു ചോക്കോലാവ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ചോക്കോലാവ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മൈദ എടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു തരി ഉപ്പ്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കാം. ഈ പ്രോസസ്സ് മിസ് ചെയ്യരുത് കേട്ടോ. പലർക്കും കേക്ക് ശരിയാവാത്തതിനൊക്കെ കാരണം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോകുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇതിപ്പം 5 ഇഞ്ച് വരുന്ന ഒരു ട്രേ ആണ്. അതിലേക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലും ഒന്ന് നമുക്ക് സൈഡിലൊക്കെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊന്നും ബട്ടർ പേപ്പർ ഞാൻ വെക്കുന്നില്ല. ഇനി നമുക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരട്ടെ. അതിപ്പം നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിന് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ പ്രസ് ബട്ടൺ വെച്ച് 2-3 പ്രസ് അത് മതി. അത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് ആ പ്രസ് ബട്ടൺ വെച്ച് 1-2 പ്രസ് അത് മതി. ഇനി നമുക്ക് ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ടാണ്. ഇതിപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്യാൻ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ചെറിയ ട്രേ ആയതുകൊണ്ട് ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പ്ലേറ്റിൻ്റെ മേലെയാണ് നമുക്ക് ട്രേ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കേക്ക് ട്രേ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അതൊക്കെ പിന്നെ ഓവനെയും അല്ല പിന്നെ നമ്മൾ ഈ എടുക്കുന്ന കേക്കിൻ്റെ ട്രേയുടെ സൈസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ കറക്റ്റ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷേ കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് നിങ്ങൾ കേക്ക് എടുത്തിരുന്നാൽ മതി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ക്വയർ കൊണ്ട് കുത്തി നോക്കുകയാണേ. കറക്റ്റായിട്ടായിട്ടുണ്ട്. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ സാധാരണ ചോക്കോലാവ കേക്ക് പോലത്തെ കേക്കല്ല കേട്ടോ. ഒരു വെറൈറ്റി ചോക്കോലാവ കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പം കേക്കിൽ മധുരം കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്നാൽ ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഒരു തരി ഉപ്പ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മളിതിൽ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നില്ല. ക്രീമിന് പകരം ചോക്ലേറ്റ് തന്നെയാണ് ക്രീമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. 50 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്. ഡാർക്ക് കോമ്പൗണ്ട് മാത്രം ആകുമ്പം അത്രയും അങ്ങോട്ടൊരു ടേസ്റ്റി ആവില്ല. കുറച്ചൊരു കയ്പൊക്കെ തോന്നും. അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതൊക്കെ എന്ന് പറയുന്നത് ചിക്കൂസ് ഡൈനിൻ്റെ കൊച്ചു കൊച്ചു ടിപ്പുകളാണ് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. ഇതൊരു 6 ടേബിൾ സ്പൂൺ എടുക്കാം. അപ്പോൾ നമ്മുടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ആണ് നല്ലത്. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പാലായാലും കുഴപ്പമില്ല. പക്ഷേ ക്രീം ആണെങ്കിലാണ് കുറച്ചുകൂടെ നല്ലത്. ഫ്രഷ് ക്രീം ഇല്ല വിപ്പിംഗ് ക്രീം ഉള്ളവരാണെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല. അപ്പം ക്രീം ഒന്ന് ചൂടായിട്ടുണ്ട്. തിളക്കണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് വളരെ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. പലർക്കും ഈ ഒരു പ്രോസസ്സ് ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ആ തീയുടെ ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിലാണ്. ഒന്നുകിൽ ഓഫാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വളരെ സിമ്മിൽ വെച്ച് ചെറുതായിട്ട് മെൽറ്റായി വരുമ്പം ഓഫാക്കിയാലും കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ഓഫാക്കുന്നില്ല. ഇപ്പോൾ ചെറിയ ഫ്ലെയിമിൽ, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്.
ഇത് ഒന്നും ആവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കാരണം ഫ്രഷ് ക്രീമൊക്കെ ചീത്തയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പം ഞാൻ തീ ഓഫ് ആക്കുകയാണ്. അപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്യാം. രണ്ട് മൂന്ന് പ്രാവശ്യം സ്ക്വയർ വെച്ച് കുത്തി തുളയൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുഭാഗം കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കത്തി വെച്ചങ്ങ് കട്ട് ചെയ്താൽ മതി. ചെറിയ കേക്കല്ലേ, അപ്പോൾ കത്തി വെച്ച് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ നല്ല ഹൈറ്റുള്ള കേക്കാട്ടോ. അപ്പോൾ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് മുഴുവനും ഈ കേക്കിൽ ഒഴിച്ചു കൊടുക്കണേ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൂസ് ഡൈനിൻ്റെ ഒരു കൊച്ചു ടിപ്പാണ്. 2 പ്രാവശ്യമായിട്ട് കേക്ക് സോക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പും സെറ്റ് ചെയ്യുന്ന സമയത്തും സോക്ക് ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യുമ്പം കേക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ചോക്കോ ലാവ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ലാവ കൂടാതെ കേക്ക് തന്നെ നല്ല ഒരു ജ്യൂസി ആയിരിക്കും. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഞാനൊരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നടുവിലൊരു ഹോൾ ഉണ്ടാക്കി. ഒരുപാട് ചെറുതാവേണ്ട, ഒരു അത്യാവശ്യം ഒരു വലുപ്പമുള്ള അടപ്പെടുത്താൽ മതി. അപ്പം നടുവിലൊരു ഹോൾ ഉണ്ടായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹോളാണ്. അപ്പോൾ അടുത്ത കേക്കും അതേപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കട്ടെ. ഹോള് കുറച്ചുകൂടെ വലുപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. വട പോലെ ഉണ്ട് ഇപ്പം നമ്മുടെ കേക്ക് കാണാനായിട്ട്. വേണ്ട, നമ്മുടെ ചോക്ലേറ്റ് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണുള്ളത്. ഒരുപാട് ലൂസല്ല, നമ്മൾ ഗണേഷ് പോലെ അത്രയും ലൂസ് ആവരുത്. കുറച്ച് തിക്കായിട്ട് തന്നെ വേണം. ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഒരു പ്ലേറ്റ് എടുത്താൽ മതി. ആ പ്ലേറ്റിൽ സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ ചോക്കോ ലാവ കേക്കല്ലേ, അപ്പോൾ ലാവ ഒഴുകി വരണ്ടേ, അപ്പോൾ അതിന് പ്ലേറ്റ് ആയാലും മതി. ഞാനിപ്പം ബോർഡ് എടുക്കുന്നേ ഉള്ളൂ. എൻ്റെ നടുവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് തേച്ച് കൊടുക്കണം. അത് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം തേക്കുന്ന പോലെ ചെറുതായിട്ട് തേച്ചാൽ പോരാ, കുറച്ച് നന്നായിട്ട് കട്ടിയിൽ തേച്ച് കൊടുക്കണം. കാരണം ലാവ അവിടെ ഇരിക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സിമെൻ്റൊക്കെ തേക്കില്ലേ, അതുപോലെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിൽ സിറപ്പ് കുറച്ച് കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്പാച്ചുല കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി, വീതിയുള്ള കത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നമുക്കത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. സ്പൂൺ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്താലും മതി കേട്ടോ. ഉള്ളിൽ ആ സൈഡിലായിട്ടും ഇതുപോലെ ഒന്ന് കുറേശ്ശെ തേച്ച് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് തേച്ച് കൊടുക്കുക. അതാകുമ്പോൾ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും. ചെറിയ സ്പൂൺ എടുത്താൽ മതി. എളുപ്പം ഉണ്ടാക്കാൻ ഈസി ആയിട്ട് കഴിയുന്ന ഒരു കേക്കായത്. അപ്പോൾ നമുക്ക് അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള സിറപ്പ് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ക്രീമും കൂടെ തേച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ ടേൺ ടേബിൾ വേണമെന്നില്ല കേട്ടോ. ടേൺ ടേബിൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഹോം മെയ്ഡ് ടേൺ ടേബിൾ ഉണ്ടല്ലോ, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടേൺ ടേബിളാണ്. അതിൻ്റെ മുകളിൽ വെച്ച് ചെയ്താലും മതി. അതേപോലെ തന്നെ സ്പൂൺ വെച്ച് നമുക്ക് ഉള്ളിൽ ആ സൈഡിലും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. സൈഡിലൊന്നും തേക്കാൻ വിട്ടുപോകരുത് കേട്ടോ. കാരണം നമ്മുടെ ലാവ ഈ കേക്കിൽ അബ്സോർബ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ട്രിക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് പതുക്കെ ആ സ്പൂൺ കൊണ്ട് തന്നെ സൈഡിലും അങ്ങ് ചോക്ലേറ്റ് ക്രീം തേച്ച് കൊടുക്കാം. ചെറിയ കേക്കല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്തത്. സ്പാച്ചുല കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ പാലറ്റ് നൈഫ് വെച്ച് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അത്രയധികം കൊണ്ട് ഫിനിഷിങ് കിട്ടില്ല. ഇപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മുകളിലും അങ്ങ് തേച്ച് കൊടുക്കാം. ഒരുപാട് ഫിനിഷിംഗ് ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചോക്കോ ലാവ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 75 ml ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പാലായാലും മതി. പക്ഷേ ടേസ്റ്റ് കൂടുതലും ഫ്രഷ് ക്രീമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും 25 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടും ഇട്ട് കൊടുക്കണം. ഇപ്പം ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഡയറി മിൽക്ക് ഇല്ലേ, അതെടുത്താലും മതി. ഡയറി മിൽക്ക് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 50 ഗ്രാം ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം, വൈറ്റ് കോമ്പൗണ്ടും ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്ക് നേരത്തെ പോലെ തന്നെ തീ കുറച്ചിട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, മെൽറ്റായി വരുന്നുണ്ട്. ആ ചെറിയ ചൂടിലിരുന്ന് ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. തീ കൂട്ടി വെക്കുകയും ചെയ്യരുത്. അപ്പം ഒരുവിധം ഒന്ന് മെൽറ്റായി കഴിയുമ്പം നമ്മൾ ഓഫാക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാലറ്റ് നൈഫ് അല്ലെങ്കിൽ നമ്മൾ കത്തിയാണെങ്കിൽ കത്തി അതൊന്ന് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് പതുക്കെ ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും. അത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാലും മതി. ചൂട് കുറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് ആ മെൽറ്റായിട്ട് നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ആ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് സൈഡിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്താലും മതി. എന്താണോ ഡെക്കറേഷൻ ഐറ്റം കയ്യിലുള്ളത് അത് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇത് ആദ്യം ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം ബാക്കി എന്തെങ്കിലും ചെയ്താൽ മതി. ഇനി മോൾ ഭാഗത്തും അതേപോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഒരുപാടൊന്നും നിറച്ചിടണമെന്ന് വേണ്ട, ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ലാവ ഇപ്പം കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ആ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുകയാണേ. ഇപ്പം ഞാനൊരു വേറൊരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കുമ്പം സൈഡിലൊന്നും വീഴാതിരിക്കാനാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്കിനകത്തോട്ട് ചോക്കോ ലാവ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ നടുവിൽ ഒരു കിണർ കുഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. നടുവിലേക്ക് നമുക്ക് ആ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ലാവ ഉള്ളതായിട്ടൊന്നും അറിയാനേ പറ്റില്ല. അത് നന്നായിട്ട് അങ്ങ് അടഞ്ഞിരുന്നോളൂ, അതിൻ്റെ മുകളിൽ അങ്ങ് കിടന്നോളൂ. അപ്പം കുറച്ച് ചോക്ലേറ്റ് ബാക്കിയുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത്രയും എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ഹോളായാലും കുഴപ്പമില്ല കേട്ടോ. നടുവിൽ കുറച്ച് വലിയ ഹോളാണെങ്കിൽ നിറച്ച് ചോക്ലേറ്റ് ഒക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ഇത് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് കളർ സ്പ്രിങ്കിൾസ് കുറച്ചിട്ട് കൊടുക്കാം. വേറെ എന്തെങ്കിലും ഡെക്കറേഷൻ ആയിട്ട് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. സിൽവർ പേൾസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല. സൈഡിലിടുന്നില്ല, സൈഡിൽ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് മാത്രം മതി. അതാ ഭംഗി. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ ചോക്കോ ലാവ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ, ഇത് ഒരിക്കലും ഫെയിൽ ആവാത്ത ഒരു ചോക്കോ ലാവ കേക്കാണ് കേട്ടോ. സാധാരണ ചോക്കോ ലാവ കേക്ക് ഉണ്ടാക്കും എല്ലാവർക്കും സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് വേവിന് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടില്ല, കേക്കിനെല്ലാം കൂടെ സ്പ്രെഡായിട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ആ ലാവയൊന്നും ഒഴുകി വരുമൊന്നുമില്ല. പക്ഷേ ഇതൊരിക്കലും അങ്ങനെ ഫെയിൽ ആവുന്ന ഒരു ചോക്കോ ലാവ കേക്കല്ല. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പം ലാവയുടെ ആ പോർഷനും കട്ട് ചെയ്യുന്ന തരത്തിൽ വേണം, അത്രയും നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണേ. കട്ട് ചെയ്തു. നമുക്ക് പതുക്കെ എടുക്കാം. പതുക്കെ ഒന്ന് നീക്കി കൊടുക്കുമ്പം അതാ ലാവ ഒഴുകി വരുന്നു. ലാവ ഒഴുകി വരുന്നുണ്ട്. അതാ അങ്ങനെ കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും പിന്നെയും ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത പീസ് നമുക്ക് കട്ട് ചെയ്യാം. ഇതാ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലാവ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി നോക്കാവുന്ന ഒരു കേക്കാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതാ അങ്ങനെ പതിഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാട്ടോ. കഴിക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള കേക്കാണ്. കേക്കാണെങ്കിൽ നല്ല ജ്യൂസിയാണ്. കാരണം സാധാരണ ചോക്കോലാവ കേക്കിന് ഇത്രയും ജ്യൂസിനെസ് ഉണ്ടാവില്ല. കാരണം നമ്മൾ അതിൽ സിറപ്പൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പം ഇതിൽ കേക്ക് തന്നെയും നല്ല ജ്യൂസിയാണ്. അതിൻ്റെ കൂടെ ചോക്ലേറ്റ് ലാവയും പറയണ്ട, അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു കേക്ക്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരുപാടങ്ങ് ചോക്ലേറ്റിൻ്റെ ആ ഒരു കയ്പൊന്നുമില്ല. കാരണം നമ്മളിതിൽ ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ആ ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ലാവ എന്തായാലും എല്ലാവർക്കും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരളവിൽ തന്നെ ചോക്ലേറ്റിൻ്റെ ലാവ ഉണ്ടാക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കഴിക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കട്ടിയായി പോകട്ടോ. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കരുത്. നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു തണുപ്പുണ്ടാവും. ആ സമയത്ത് ലാവ കട്ടിയായിട്ടും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോക്കോ ലാവ കേക്കാണ്. പിന്നെ ഇത് നമ്മൾ മുറിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാലും പിറ്റേ ദിവസത്തേക്കും ടേസ്റ്റി തന്നെയായിരിക്കും കേട്ടോ. ലാവ കുറച്ച് തിക്കായിട്ടുണ്ടാവുന്നേ ഉള്ളൂ. കൊച്ചു കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. കാരണം ചോക്ലേറ്റ് ലവേഴ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ കുട്ടികൾക്കും കുഞ്ഞു മക്കൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.
പിന്നെ സെയിൽ ചെയ്യാനായിട്ട് ഓർഡർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കേക്കെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക, ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ട് ഈ ലാവ നമുക്ക് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് കൊടുത്താൽ മതി. ഗ്ലാസിൻ്റെ ചെറിയ നല്ല ഭംഗിയുള്ള ജാറൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനകത്താക്കി ലാവ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഇടാനുള്ളതും ചെറിയൊരു പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അവർക്കും അത് ഇഷ്ടമായിരിക്കും. തന്നെത്താനേ സെറ്റ് ചെയ്തിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് കസ്റ്റമേഴ്സിനും കുറച്ചൊരു എക്സൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 1/2 കിലോ വരുന്ന കേക്കാണ്. ഇതിനിപ്പോൾ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 400 രൂപ തൊട്ട് 500 രൂപ വരെ വാങ്ങിക്കാം. അതൊക്കെ ഓരോ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ 1 കിലോയുടെ കേക്കാണ് വേണ്ടതെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ എടുത്താൽ മതി. ബേക്കിംഗ് ടൈം ഒരു 10-15 മിനിറ്റ് ഒക്കെ കൂടുതൽ വരും, അത്രയേ ഉള്ളൂ. പിന്നെ 1 കിലോ കേക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നടുവിലത്തെ വട്ടം കുറച്ചുകൂടെ വലുതാക്കിയിട്ട് തന്നെ എടുക്കണം. ഇപ്പോൾ ഒരു കറിപാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് മുറിച്ചാലും മതി. അപ്പോൾ ഇത് ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ ചോക്കോലാവ കേക്കാണ്. ഈ ചോക്കോലാവ കേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.